കോഴിക്കോട് ജില്ലയിൽ ഹയർ സെക്കൻഡറി +1 പ്രവേശനം ഈ വർഷവും കഠിനമാകും. മുൻവർഷങ്ങളേക്കാൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നൽകിയ അധിക സീറ്റ് കണക്കിലെടുത്താലും ഇത്തവണയും +1 സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കണക്കുകൾ പറയുന്നു. വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും +1 സീറ്റിന് ക്ഷാമം ഉണ്ടാകില്ലെന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ഇതിന് ആനുപാതികമായി +1 സീറ്റ് അനുവദിക്കാത്തത്. ജില്ലയിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി +1 സീറ്റ് അനുവദിക്കാത്തതാണ് ഇത്തവണയും സീറ്റ് ക്ഷാമത്തിന് ഇടവരുത്തുക. നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് ക്ഷാമത്തെ തുടർന്ന് പലരും പട്ടികയിൽ നിന്ന് പുറത്താവുകയും ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും തിരഞ്ഞെടുക്കാൻ കഴിയാതാവുകയും ചെയ്യും. 43,697 പേരാണ് ജില്ലയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയത്. എന്നാൽ +1 നിലവിൽ 43,142 സീറ്റുകൾ മാത്രമാണുള്ളത്. 555 സീറ്റുകളുടെ കുറവ്. ഇതിനു പുറമെ CBSE പാസ്സായ വിദ്യാർത്ഥികൾ കൂടി +1 അപേക്ഷിക്കുന്നതോടെ സീറ്റ് ക്ഷാമം രൂക്ഷമാകും. ജില്ലാ അതിർത്തിയിലെ സ്കൂളുകളിലും തൊട്ടടുത്ത ജില്ലയിൽ നിന്നുള്ളവർ അപേക്ഷിക്കാറുണ്ട്. ഇതെല്ലാം കൂടിയാകുമ്പോൾ നിലവിൽ അനുവദിച്ച സീറ്റിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. നിലവിൽ +1 അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ നടക്കുകയാണ്. അത് പൂർത്തിയാകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഏകദേശം 10,000-ഓളം സീറ്റുകളുടെ കുറവ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാവും. സർക്കാർ ഈ ആശങ്കകൾ വരുമ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളോ പ്രതിപക്ഷമോ ഈ ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ അൺഎയ്ഡഡിൻ്റെയും എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിൻ്റെയും കമ്മ്യൂണിറ്റി കോട്ടയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 43,000 കണക്ക് പറയും, അല്ലെങ്കിൽ 45,000 സീറ്റുകൾ ഇവിടെയുണ്ട്, കുട്ടികൾ ബാക്കിയാണ് എന്ന് പറയും. +1 പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ സീറ്റുകൾ ഈ ജില്ലയിലില്ല. ഇത് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവണം. മുൻ വർഷങ്ങളിൽ സീറ്റ് ക്ഷാമത്തെ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരം സമരങ്ങൾ നടത്തുകയും തുടർന്ന് സർക്കാർ അധിക സീറ്റ് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും എല്ലാവർക്കും പ്രവേശനം ലഭിച്ചിരുന്നില്ല. സമാനാവസ്ഥ ഇത്തവണയും ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. നിലവിൽ സർക്കാർ പറയുന്നത് ഞങ്ങൾ 30% സീറ്റ് വർദ്ധിപ്പിക്കുമെന്നാണ്. പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ, നിലവിൽ നമ്മുടെ +2 അവസ്ഥയിൽ നമുക്കറിയാം 50 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവേണ്ടത്. വിദ്യാഭ്യാസ സമിതികളുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നത് 50 കുട്ടികളാണ്. നിലവിൽ 65ഓളം കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. വീണ്ടും ആ രീതിയിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ ബാധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ +1 പ്രവേശന നടപടിക്രമങ്ങൾ സർക്കാർ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ എന്തായാലും കൈയും കെട്ടി KSU നോക്കിയിരിക്കില്ല. അതിനെതിരെ സർക്കാരിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി KSU മുന്നോട്ട് പോകും. VHSE, പോളിടെക്നിക് തുടങ്ങി മുഴുവൻ ഉപരിപഠന സാധ്യതകൾ പരിഗണിച്ചാലും പല കുട്ടികളും +1 ക്ലാസ്സിന് പുറത്താകും. 33,772 സീറ്റായിരുന്നു ജില്ലയിലുണ്ടായിരുന്നത്. ഇതിനു പുറമെ താൽക്കാലികമായി 1,560 സീറ്റുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ നിശ്ചയിച്ച സമിതികൾ നിർദ്ദേശിച്ചത് കൂടാതെ ഒരു ക്ലാസ്സിൽ 65 വിദ്യാർത്ഥികൾക്ക് വരെ ഇടം നൽകി 30% ആനുപാതിക സീറ്റ് വർധനയും നടപ്പാക്കിയിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകളിൽ 20% ആനുപാതിക സീറ്റ് വർധന പ്രകാരം ഒരു ക്ലാസ്സിലുണ്ടാവുക 60 വിദ്യാർത്ഥികളാണ്. ഇപ്രകാരം മാത്രം 7,810 സീറ്റുകൾ വർദ്ധിക്കും. ഇതെല്ലാം കൂടി പരിഗണിച്ചാലും ജില്ലയിൽ 43,142 +1 സീറ്റുകൾ മാത്രമാണ് ഉണ്ടാവുക. അലോട്ട്മെന്റുകൾ കൂടി വരുന്നതോടുകൂടി മുൻവർഷങ്ങൾക്ക് സമാനമായ രീതിയിൽ മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാകുമെന്ന സൂചനയാണ് കണക്കുകൾ നൽകുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.